ഇയാളിൽ എവിടെ പോയി കിടക്കുക? മിക്കവാറും അത്താഴത്തിനുള്ള ആഹാരം എത്തിക്കുമ്പോഴേക്കും നേരം വിളക്കും. അതെ, ഇങ്ങനെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൂടി എടുത്തേക്ക്. വാപ്പോ, അയ്യോ ഒരു മിനിറ്റ്, അമ്മ ചമ്മന്തിപ്പൊടിയും കൂടെ കൊണ്ടുവരട്ടെ. താനൊരു ഭൂലോക തോൽവിയാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവേ. എന്ത് ബുദ്ധിമുട്ട്? ഇയാളെന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ ബുദ്ധിമുട്ടാനൊന്നുമില്ല. ഇയാള് വരുന്നെങ്കി വാ. ഓ, ചമ്മന്തി വന്നില്ലല്ലോ അല്ലേ? ഹലോ, ഇയാളെ ഈ വീട്ടിലെ ഡ്രൈവറാ, അല്ലാതെ എന്റെ കെട്ടിയനൊന്നും അല്ല. ഒരു അധികാരം കാണിക്കല്. ചിലതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരാളെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചാ അതിനൊക്കെ മറ്റൊരു കണ്ണിലൂടെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശൂർപ്പണകകളാണ് നീയൊക്കെ. ശൂർപ്പണകയോ? ഓ, ആ പേരിപ്പോ വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അതിനേക്കാളും മുഴുത്ത പേരിട്ട് വിളിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഞാൻ വരുന്നില്ല, ഇയാള് പോയിട്ട് വാ. അയ്യോ, പെണങ്ങല്ലേ? പിണങ്ങും പിണങ്ങും പിണങ്ങും. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അല്ല, ഇയാള് മനഃപൂർവ്വം പറഞ്ഞതാ. അല്ല, സത്യം. പാവ അച്ഛൻ അവിടെ വിശന്നിരിക്കായിരിക്കും. ഇയാളാ രാത്രി ഭക്ഷണമായിട്ട് വരാൻ ആ പാവത്തിനോട് പറഞ്ഞത്. ഞാനാണോ പറഞ്ഞത്? ഞാനപ്പോ പറഞ്ഞു. പിന്നെ താൻ തന്നെയല്ലേ പറഞ്ഞത്. തനിക്കിപ്പോ ഓർമ്മയൊന്നുമില്ല. ഇങ്ങനെ പോയാ കുറച്ചു നാള് കഴിയുമ്പോ തന്റെ കാര്യത്തിൽ ഒരു ധാരണയാവും. അല്ല, തന്റെ പേരെന്ത്? അത് പിന്നെ ഇത് തന്നെ കുഴപ്പം. സ്വന്തം പേരെങ്കിലും തിരിച്ചറിഞ്ഞാ മതിയായിരുന്നു. ഈശ്വരാ, അതൊന്നും ആലോചിക്കാൻ കൂടി വയ്യ. വാ പോവാം. എടോ, അമ്മയും കൂടി വരുന്നെന്ന്. വരട്ടെ, നല്ലതല്ലേ. അത്ര നേരെങ്കിലും തന്റെ വാക്പ്രയോഗം എന്റെ നേരെ എടുക്കില്ലല്ലോ. ആന്റി വാ. നമ്മൾ ഒരുമിച്ച് പോകുന്നത് ഇവിടെ ആരും കാണണ്ട. അതാ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ ഫുഡുമായിട്ട് താഴെ ഔട്ട് ഹൗസിൽ പോയി നിൽക്ക്, ഞാൻ പുറകെ കാറാട്ടൊക്കെ വന്നേക്കാം. പിന്നെ യാത്ര ഒരുമിച്ച്. എങ്ങ ചെല്ല്. ചിന്നു. എന്താ? ഒന്നുമില്ല, ഔട്ട് ഹൗസിന്റെ കൂടെ വെയിറ്റ് ചെയ്യേ. ഇതന്നല്ലേ നേരത്തെയും പറഞ്ഞേ. ഇയാൾക്ക് ശരിക്കും മറവ് രോഗം തുടങ്ങിയെന്നാ തോന്നുന്നു. ആന്റിയോട് വരാൻ പറയണ്ടായിരുന്നു. ചിന്നുമായിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും മധുരമേറിയതായിരുന്നു. ആ അവസരം ഞാനായിട്ട് തന്നെ നശിപ്പിച്ചു. കുഞ്ഞോളെ, എന്തായി? എല്ലാം ഓക്കെ. ഇപ്പോഴത്തെ ഈ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ സെറ്റ്. ഇന്നത്തോടെ ശിവദാസൻ എന്ന മരണം പരലോകത്തേക്ക് യാത്രയാവും. ആ നേഴ്സ് പെണ്ണും ചെറുക്കനും ഉണ്ടല്ലോ, അവർ ജീവൻ കളഞ്ഞു നിൽക്കും.